ചില കാര്യങ്ങളുടെ അകത്ത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ടാണ് പോകേണ്ടത്, പിന്നോട്ട് പോകരുത്. ട്രംപ് എന്ത് വൃത്തികേടും കാണിക്കും. അതാണ് അയാൾ യൂറോപ്യൻ രാജ്യങ്ങളോട് കാണിച്ചത്. കാരണം ട്രംപും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, നാറ്റോ അലയൻസ് ഏറ്റവും കൂടുതൽ, അവരോട് പോലും ട്രംപ് 1% പോലും അയാൾ 1% പോലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തില്ല. അടുത്തൊരു സംഭവം ഞാൻ പറയാം. സ്വിറ്റ്സർലൻഡിനെതിരെ 38% ടാരിഫാണ് ഏർപ്പെടുത്തിയത്. സ്വിറ്റ്സർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ സ്ത്രീയാണ്. അവർ അമേരിക്കയിൽ 3 ദിവസം പോയി താമസിച്ചു ട്രംപിനെ കാണാൻ. ട്രംപ് എന്ന് പറഞ്ഞയാള് ഒരു രാജ്യത്തിന്റെ, നമ്മൾ ഈ പറയുന്ന സ്വിറ്റ്സർലൻഡ് വലിയ സംഭവമായിട്ട് പറയുന്നുണ്ടല്ലോ, ആ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററെ കാണാൻ കൂട്ടാക്കിയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് അടിച്ചു കൊടുത്തത്? ഇതേപോലെ ട്രംപിന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അതായത് അവർ ഒരു ന്യൂട്രൽ രാജ്യമാണ്, ഒരു രാജ്യമായിട്ടും ഈ ഷെങ്കൻ വിസ എന്നല്ല യൂറോപ്യൻ യൂണിയനിലും മറ്റുള്ള കാര്യത്തിലും ഒന്നുമില്ല. പല കാര്യത്തിലും അമേരിക്ക പിന്തുണയ്ക്കാതെ ആ സംഭവമൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ അടിച്ചു കൊടുത്തു 38%. അപ്പോൾ ആ രാജ്യത്തിൻ്റെ 40 ബില്യനാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ എന്തുവാ? മെഡിസിൻസും ഫാർമസ്യൂട്ടിക്കൽസും ആണ്, ഫാർമ ഐറ്റംസ് ആണ്. ഇനി ഇവിടെയും ട്രംപ് കാണിച്ചൊരു തരികിട നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് ജനറിക് മെഡിസിൻ ആവശ്യമുണ്ട്. അതിന് ഇന്ത്യ എന്ന് പോകുന്ന സാധനത്തിന് താൽക്കാലികം, ടെമ്പററി ആണ്, അതിന് ടാരിഫ് ഇല്ല.